ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അതിനോടൊപ്പം നല്ല ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് നമ്മളൊരു ആക്ട്രസിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് മാറ്റിവെക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ രാവിലെ കോസ്റ്റ്യൂമൊക്കെ സ്റ്റാൻഡിൽ വന്നു. അത് പോയി എടുത്തു. പിന്നെ നമ്മൾ ഹൈവേയിലാണ് വെയിറ്റ് ചെയ്തത് ആക്ട്രസിന് വേണ്ടി. ഇനി ആക്ട്രസ് ആരാന്ന് നോക്കിക്കോ. ആർക്കെങ്കിലും മനസ്സിലായോ ഇതാരാണെന്ന്? ഇത് മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടി. നമ്മുടെ സീനിയർ ജാനിക്കുട്ടി. പിന്നെ ഇപ്പൊ പുള്ളിക്കാരി മാനത്തെ കൊട്ടാരത്തിലെ വന്ദനയായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി അങ്ങനെ നമ്മുടെ ഷോപ്പിൽ വന്നു. ഭയങ്കര സിമ്പിളായിട്ടിരിക്കുന്നു. അല്ലേ ഒരു സിമ്പിൾ കുട്ടി. എന്ത് നല്ല ക്യാരക്ടറാ, എന്ത് നല്ല ക്യൂട്ടാ. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ടൈം വളരെ കുറവായിരുന്നു. അത്ര ഫാസ്റ്റായിട്ട് ഞാൻ ഈ എയറിൽ നിന്ന് മേക്കപ്പ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഗെയ്സ് ഇന്നത്തെ മേക്കപ്പ് ചെയ്തത്. കാരണം നമുക്ക് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് സമയം മാത്രമേ ഷൂട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഭയങ്കര ടെൻഷനുമായിരുന്നു. അതോടൊപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയോ ഒരു തട്ടിക്കൂട്ട് മേക്കപ്പാണ് ഞാൻ പ്ലാൻ ചെയ്ത കണക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മേക്കപ്പും എല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഷൂട്ട് ചെയ്യാൻ പോവുക. എന്താന്നറിയില്ല. നമ്മളാ ഷൂട്ടിന് വേണ്ടിയിട്ട് മഴ മാറി തന്നതുപോലെ നമുക്ക് മഴ ആ സമയമായപ്പോഴത്തേക്ക് കുറച്ച് ഒരു ഒരു ഹാഫ് ആൻ അവർ നമുക്ക് മഴയൊക്കെ തോർന്നു. അങ്ങനെ നമ്മൾ നേരെ ലൊക്കേഷനിലോട്ട് പോയി. ആളിനെ ഫോട്ടോഗ്രാഫറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൂട്ടൊക്കെ നല്ലതായിട്ട് കഴിഞ്ഞു. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. മഴയുടെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായില്ല. ആള് നല്ല ഹാപ്പി ആയിരുന്നു. ഇനി ആളുടെ റിവ്യൂ നമുക്ക് നോക്കാം. ഒരു ക്രിസ്ത്യൻ ബ്രൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഷൂട്ട് ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് തനൂജ ചേച്ചിയാണ്. തനൂജ ചേച്ചീൻ്റെ പേരിൽ തന്നെയാണ് സ്റ്റുഡിയോയും, തനൂജ മേക്കപ്പ് സ്റ്റുഡിയോ. അപ്പോൾ കൊല്ലംകാരാരെങ്കിലും കല്യാണ പെണ്ണാവാൻ ഇരിക്കുന്നവരൊക്കെ വന്ന് മേക്കപ്പ് ചെയ്യാൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യും. താങ്ക് യു ചേച്ചി. താങ്ക് യു മോളെ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ആളുടെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ ബൈ.